ശബരിമലയിലെ അനിയന്ത്രിത തിരക്ക് നിയന്ത്രിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭക്തരുടെ എണ്ണം 1,00,000 കടന്നാൽ റെഡ് സോണായി കണക്കാക്കി ദേവസ്വം ബോർഡ് വേഗത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്നും കോടതി നിരീക്ഷിച്ചു. കുടിവെള്ളത്തിനടക്കം തടസ്സമുണ്ടാകരുത്. ഇക്കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ശബരിമലയിലെ അനിയന്ത്രിത തിരക്ക് നിയന്ത്രിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണം എന്നുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ കൂടെ മറ്റെന്തെല്ലാം പരാമർശങ്ങൾ കൂടിയാണ് ഹൈക്കോടതി കൂട്ടിച്ചേർക്കുന്നത്? രോഹിണി, ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് സീസണുമായി ബന്ധപ്പെട്ട് ഭക്തർക്കൊരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അതിൽ വലിയ രീതിയിലുള്ള വീഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരുത്തി എന്നുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നുള്ള പരാമർശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇറക്കിയ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. കുടിവെള്ളത്തിനടക്കം തടസ്സമുണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശം ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഉടൻ നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. സന്നിധാനത്ത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്ന മുറികളുടെ എണ്ണം 200 ആക്കി ഉയർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കണം. ഇത്രയധികം ഭക്തർ വരുന്ന സന്നിധാനത്തും പമ്പയിലും അടക്കം ഏകദേശം 1000-ഓളം ടോയ്ലറ്റുകൾ മാത്രമാണുള്ളത്. ഈ ടോയ്ലറ്റുകളാണെങ്കിൽ തന്നെ ഒട്ടും വൃത്തിയില്ലാത്തതുമാണ്. അവിടെ വൃത്തിയാക്കാനായിട്ടാണെങ്കിൽ ആളുകളുമില്ല. ഇത് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ഓരോ ടോയ്ലറ്റ് യൂണിറ്റിലും മേൽനോട്ടത്തിനായിട്ട് ഒരു ജീവനക്കാരനെ നിർബന്ധമായിട്ടും നിയോഗിക്കണം. ശുചിമുറികളിൽ എപ്പോഴും വൃത്തി ഉറപ്പാക്കണമെന്നുള്ള കർശന നിർദ്ദേശവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പമ്പ, സന്നിധാനം, ശരണപാത എന്നിവിടങ്ങളിൽ കുടിവെള്ളം തടസ്സമില്ലാതെ ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഭാഷാ പ്രശ്നം, മറ്റ് വിഷയങ്ങൾ, പരാതി പരിഹാരം, അതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കൂടി ദേവസ്വം ബോർഡ് കടക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പരാതി അറിയിക്കാനായിട്ട് വെബ് പോർട്ടൽ തയ്യാറാക്കണം. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി ഇന്ന് രാവിലെ ഈ വിഷയം പരിഗണിച്ച സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞതാണ്. അതുകൂടാതെ തന്നെ ഇനി അടുത്ത മണ്ഡല മകരവിളക്ക് സീസണിന് മുൻപ് തന്നെ ഈ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതായത് ഈ വിദഗ്ധ സമിതി എന്ന് പറയുന്നത് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ചേർന്നുള്ളതാണ്. അവർ കൃത്യമായിട്ട് ശബരിമലയിലെ ഈ സീസൺ അനുബന്ധിച്ച്, അതായത് തീർത്ഥാടന കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യം ഏത് വിധത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്, അതുകൂടാതെ തന്നെ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ ഏത് വിധത്തിൽ ആ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിദഗ്ധ സമിതിയുടെ മുന്നിലേക്ക് വരുന്നത്. ആ വിഷയങ്ങളാണ് വിദഗ്ധ സമിതി പരിഗണിക്കേണ്ടത്. അത് അടുത്ത സീസണിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭക്തരുടെ എണ്ണം 1,00,000 കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സന്നിധാനം ഉൾപ്പെടുന്ന മേഖലകൾ അത് റെഡ് സോൺ ആയിട്ട് കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ അവിടെ വേഗത്തിൽ തന്നെ അപകട സാധ്യത മുന്നിൽ കണ്ട് ഉടനടി പരിഹാരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം 5000 ഹൈക്കോടതി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കാനനപാത വഴി വരുന്ന തീർത്ഥാടകർ കൃത്യമായിട്ട് വെർച്വൽ ക്യൂ വഴിയോ അതുമല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് വഴിയോ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു രേഖകൾ ഉണ്ടാകണം. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ ഈ പറയുന്ന കാനനപാത അല്ലെങ്കിൽ പരമ്പരാഗത പാത വഴി കടത്തിവിടുകയുള്ളൂ എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. 70,000 തന്നെയാണ് വെർച്വൽ ക്യൂ വഴി വരാവുന്ന ഭക്തരുടെ എണ്ണം. പക്ഷേ 5000 ആയിട്ട് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി വരാവുന്ന ഭക്തരുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏകദേശം 24-ാം തീയതി, അതായത് തിങ്കളാഴ്ച വരെയാണ് അത്തരമൊരു നിയന്ത്രണം ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലെ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഉടൻ നടപടി എന്നുള്ള രീതിയിലാണ്
സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിൽ 5000 പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് അറിയിച്ചത് 20,000 ആയിരുന്നു സ്പോട്ട് ബുക്കിംഗ്. പക്ഷെ അത് 30,000-ലധികം ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. അതാണ് ഇത്രയധികം തിരക്ക് വർദ്ധിക്കാനായിട്ടുള്ള കാരണമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിധത്തിൽ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള പാളിച്ച പറ്റിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.